വർഷങ്ങളായി മലയാള സിനിമാ രംഗത്ത് സാന്നിധ്യം അറിയിക്കുന്ന നടനാണ് ഇർഷാദ് അലി. ഇപ്പോഴിതാ സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയും ഒമർ ലുലുവിന്റെ സിനിമയിൽ അഭിനയിച്ചതിനെ പറ്റിയും തന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ഇർഷാദ് അലി. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇർഷാദിന്റെ പ്രതികരണം. സംവിധായകൻ ഒമർ ലുലുവിന്റെ വിവാദ ചിത്രം നല്ല സമയത്തിൽ ഇർഷാദ് അലിയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇർഷാദ് അലി പറയുന്നത്. വലിയ വിവാദങ്ങളിൽപ്പെട്ട സിനിമയായിരുന്നു നല്ല സമയം. പലരും തന്നോട് എന്തിനായിരുന്നു ഒമറിന്റെ ആ പടം ചെയ്തതെന്ന് ചോദിക്കാറുണ്ടെന്നും എന്നാൽ തനിക്ക് ഒട്ടും കുറ്റബോധമില്ല എന്നുമാണ് ഇർഷാദ് അലി പറയുന്നത്. ഇന്നും പലരും അതിന്റെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. TV ചന്ദ്രന്റെ സിനിമയിലും പ്രിയനന്ദനന്റെ സിനിമകളിലും ഒക്കെ താൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ എന്തിനാണ് ഒമറിന്റെ സിനിമ ചെയ്തതെന്നാണ് അവർ ചോദിക്കുന്നത്. ഒമറിന്റെ ആദ്യ സിനിമ ചങ്സ് സൂപ്പർ ഹിറ്റാണ്. നിങ്ങൾ എന്താണ് അത് കാണാത്തതെന്നും നല്ല സമയം മലയാളത്തിൽ പരാജയപ്പെട്ട ആദ്യത്തെ സിനിമയൊന്നുമല്ല എന്നും ഇർഷാദ് അലി പറയുന്നുണ്ട്. പരാജയപ്പെട്ട സിനിമകളിൽ ഒന്ന് മാത്രമാണ് നല്ല സമയമെന്നും ഇർഷാദ് അതിനു മുൻപും ചെയ്ത ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നല്ല സമയത്തെ മാത്രം ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും വലിയ സിനിമാക്കാരാകാൻ പറ്റില്ല എന്നും ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുണ്ടെന്നും ഇർഷാദ് അലി പറയുന്നു. തനിക്ക് നല്ല സമയത്തിലെ ക്യാരക്ടർ വളരെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്തത്. അതത്രയേ ഉള്ളൂവെന്നും ഇർഷാദ് അലി വ്യക്തമാക്കി. സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും ഇർഷാദ് അലി പിന്നീട് സംസാരിക്കുന്നുണ്ട്. അവനവനെ സംരക്ഷിക്കാനുള്ള കഴിവ് അവനവന് ഉണ്ടാവുക എന്നതാണ് ഇർഷാദ് അലി പറയുന്നത്. അബലകളാകാതിരിക്കുക, നോ പറയേണ്ടിയിടത്ത് നോ പറയുക തന്നെ വേണം, അതിന് നമ്മൾ തന്നെ തയ്യാറാവണമെന്നും ഇർഷാദ് അലി പറയുന്നു. പലവിധ മോഹങ്ങൾ ഉണ്ടാകാം, വാഗ്ദാനങ്ങൾ ഉണ്ടാകാം, അവിടെ വീണു പോകാതിരിക്കുക എന്നതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതെന്നും ഇർഷാദ് അലി ചൂണ്ടിക്കാട്ടുന്നു. പുരുഷനായാലും സ്ത്രീ ആയാലും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ബോൾഡാണെന്ന് തോന്നുന്നുണ്ടെന്നും അങ്ങനെ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നവരല്ല അവരെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയെന്നും ഇർഷാദ് അലി ചൂണ്ടിക്കാണിക്കുന്നു. ഈ അടുത്ത് ഇർഷാദ് അലി മീര ജാസ്മിനൊപ്പം പങ്കുവച്ചൊരു ചിത്രവും ശ്രദ്ധ നേടിയിരുന്നു. 2003 പുറത്തിറങ്ങിയ പാഠം ഒന്നൊരു വിലാപത്തിന് ശേഷം 2 പതിറ്റാണ്ടുകൾക്കിപ്പുറമാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടുന്നത്. അതേസമയം ഒരു പിടി മികച്ച കഥാപാത്രങ്ങൾ കരിയറിൽ ലഭിച്ച ഇർഷാദ് അലിക്ക് നായക വേഷങ്ങൾ ലഭിച്ചെങ്കിലും മുൻനിര നായക നടനായി മാറാൻ കഴിഞ്ഞില്ല. പാഠം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയിലൂടെ നായികയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയെങ്കിലും തന്റെ കരിയറിൽ അതൊരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇർഷാദ് അലി തന്നെ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. നിരവധി സിനിമകളിൽ ക്യാരക്ടർ റോളുകളിൽ ഇർഷാദ് അലി അഭിനയിച്ചിട്ടുണ്ട്. പാഠം ഒന്നൊരു വിലാപം, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ സിനിമകളിലാണ് ഇർഷാദ് അലി ശ്രദ്ധേയമായ നായക വേഷത്തിലെത്തിയത്. അടുത്തിടെ പുറത്തിറങ്ങിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിലും ഇർഷാദ് ഒരു വേഷം ചെയ്തിരുന്നു. 1995 റിലീസ് ചെയ്ത പാർവതി പരിണയം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇർഷാദ് അലി അഭിനയത്തിലേക്ക് എത്തുന്നത്. ആ യാത്ര ഏറെ പ്രയാസം നിറഞ്ഞതായിരുന്നുവെന്ന് ഇർഷാദ് തുറന്നു പറയുന്നുണ്ട്. മാധവം എന്ന ടെലിവിഷൻ സീരിയലിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച TV സഹനടനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ക്രിട്ടിക്സ് അവാർഡ് ഉൾപ്പെടെ മറ്റു ചില പുരസ്കാരങ്ങളും ഇർഷാദ് നേടിയിട്ടുണ്ട്. കരിയറിൽ മികച്ച കഥാപാത്രങ്ങൾ ഇർഷാദിനെ തേടി എത്തട്ടെ എന്നാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.